ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു പ്ലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് തൊട്ട് മുന്നേ ആയിട്ട് ഒരു ആലിയ കട്ടിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു കുർത്തിയുടെ. ആ കുർത്തിക്ക് പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പാൻറ്റാണ് കേട്ടോ. ഇത് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പാൻറ്റാണ്. അപ്പോൾ അതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്ന് കാണിക്കുന്നത്. പ്ലാസോ പാൻറ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത്. ക്രേപ്പ് മെറ്റീരിയലാണ് കേട്ടോ. ക്രേപ്പ് മെറ്റീരിയലാണ് 2 മീറ്ററാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് ഫോൾഡ് ചെയ്തിട്ട്, അപ്പോൾ ഞാനിത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതെവിടെ എനിക്ക് പാൻറ്റിൻ്റെ ലെങ്ത് ആയിട്ട് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 34 ഇഞ്ചാണ് തന്നിട്ടുള്ളത്. പിന്നെ വേസ്റ്റ് റൗണ്ട് പാൻറ്റിൻ്റെ അവിടെ ഇടുന്ന നമ്മുടെ റൗണ്ട് എന്ന് പറയുന്നത് 24.5 ഇഞ്ചാണ് തന്നിട്ടുള്ളത്. അപ്പോൾ പാൻറ്റിൻ്റെ ലെങ്ത് ആയിട്ട് 34ഉം വേസ്റ്റ് റൗണ്ട് ആയിട്ട് 24.5 ഇഞ്ചുമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഈ ഒരു മെറ്റീരിയലിലേക്ക് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ലെങ്ത് വൈസ് എങ്ങോട്ടാണ് കിട്ടുന്നതെന്നുള്ളതൊന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഇങ്ങോട്ട് നോക്കുമ്പോൾ നമുക്ക് 38 ഇഞ്ചാണ് കിട്ടുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇങ്ങനെയാണെങ്കിലും എടുത്താൽ മതി. പക്ഷെ ഞാൻ ഇവിടെ ഈ ഒരു രീതിയിലാണ് കേട്ടോ എടുക്കുന്നത്. അതായത് ഇങ്ങനെ ലെങ്ത് വൈസ് ഞാൻ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാനിത് ആദ്യം രണ്ടായിട്ടോ നിങ്ങൾ ഫോൾഡ് ചെയ്തിടുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ അതേപോലെ തന്നെ ഇങ്ങനെ. അപ്പോൾ നിങ്ങൾ കുറച്ചൊരു ലെങ്ത് വിട്ട് കൂടുതൽ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തിടുക. ഫസ്റ്റ് ഇതുണ്ടോ, ഇങ്ങനെ രണ്ടായിട്ടൊന്ന് ഫോൾഡ് ചെയ്ത് ഇടാം. അപ്പോൾ ഞാനിതൊന്ന് വൃത്തിക്ക് ഫോൾഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഞാനിവിടെ കറക്റ്റായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ നമ്മുടെ വേസ്റ്റ് റൗണ്ടെല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ വരുന്ന വേസ്റ്റ് ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഇവിടെ നിന്ന് നമ്മളൊരു 2 ഇഞ്ച് ഫസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് എലാസ്റ്റിക് ഇട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് ഞാൻ ഇതിൻ്റെ എഡ്ജ് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മുടെ ലെങ്ത്ത് എത്രയാണെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഇവിടെ ഫസ്റ്റ് ഇവിടെ ഞാനിപ്പം 2 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്തു. ഇനി നമ്മുടെ ലെങ്ത്ത് ഇവിടെ നിന്നായിരിക്കണം നമ്മുടെ ലെങ്ത്ത് ഇനി എടുത്ത് കൊടുക്കണ്ടേ കേട്ടോ. അപ്പോൾ ലെങ്ത്ത് എത്രയാണോ വരുന്നത് അത് നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ എനിക്ക് വരുന്നത് 34 ഇഞ്ചാണ്. അപ്പോൾ 34 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് ഞാൻ എന്നിട്ട് മടക്കി അടിക്കാനുള്ളതൊന്ന് ഇടുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഞാൻ ഇവിടെ നിന്ന് 2 ഇഞ്ച് ഫസ്റ്റ് ഇവിടെ 2 ഇഞ്ച് മാറ്റിയിട്ട് പിന്നെ ബാലൻസ് ഒരു നമ്മുടെ ലെങ്ത് ആയിട്ടുള്ള 34 ഇഞ്ച് എടുത്തു. പിന്നെ ഒരു 2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് മൊത്തം 36 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ 2 ഇഞ്ച് എക്സ്ട്രാ എടുത്തിട്ടുള്ള സീം അലവൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ആദ്യം 2 ഇഞ്ച് മേളിലെടുത്തു, പിന്നെ നമ്മുടെ ലെങ്ത്ത്, പിന്നെ 2 ഇഞ്ച് സീം അലവൻസിനും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നമ്മുടെ ഇവിടെ വരയ്ക്കാനുള്ള വേസ്റ്റ് റൗണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വേസ്റ്റ് റൗണ്ട് ഇവിടെ വരുന്നത് 24.5 ആണ്. അപ്പോൾ ഞാൻ 25 ഇഞ്ചായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ആദ്യം അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. എന്നിട്ട് നമുക്ക് കിട്ടുന്നതിന് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെയൊക്കെ ലൂസ് ഇടാം. അപ്പോൾ ഞാനിവിടെ 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ 10.25 ആണ് കിട്ടിയിരിക്കുക. അപ്പോൾ ഞാൻ ഇതൊരു 11 ഇഞ്ചായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇടുന്നതുകൊണ്ട് കുറച്ച് ലൂസ് എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിവിടെ മൊത്തത്തിൽ ഒരു 11 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 11 ഇഞ്ച് കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എത്രയാണോ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ട് അതിന് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടുന്ന എമൗണ്ടിനെ ഒരു 3 അല്ലെങ്കിൽ 4 ഇഞ്ച് വരെയൊക്കെ ലൂസ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഈ ഒരു ലെങ്ത് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വേസ്റ്റ് റൗണ്ട് ആയിട്ടുള്ള 25 ഡിവൈഡ് ബൈ 4 ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്ന എമൗണ്ടിൻ്റെ കൂടെ നമുക്ക് ലൂസായിട്ടൊരു 3 ഇഞ്ച് തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 9.25 ആണ് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ഇവിടെയും സെയിം ഈ 11 ഇഞ്ച് തന്നെയാണ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ പ്ലാസോ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലൂസായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ ക്രോച്ചയിൽ ഒട്ടും ഇങ്ങനെ ടൈറ്റായി പോയിരുന്നല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 11 ഇഞ്ച് തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ 2 ഇഞ്ച് നമുക്കിവിടെ 2 ഇഞ്ച് കൊടുക്കാം. പ്ലാസോ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്നിങ്ങനെ കറവും കൂടി ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഇവിടേക്ക് ഞാൻ എടുത്തിട്ടുള്ളത് 2 ഇഞ്ചാണ്. അപ്പോൾ ഇവിടെ ടോട്ടൽ വന്നിട്ടുള്ളത് 13 ഇഞ്ചാണ്. എന്നിട്ട് ഞാനിവിടെ ഒന്ന് കർവും കൂടി ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലെങ്ത്ത് ഈ താഴ്ഭാഗം ഒന്ന് നോക്കാം കേട്ടോ. താഴ്ഭാഗം നിങ്ങൾക്ക് എത്രത്തോളം പ്ലാസോ ആയി കിടക്കണം അതിനനുസരിച്ച് എടുത്തോട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 9 ഇഞ്ചൊക്കെ 9 ഇഞ്ച് എന്നൊക്കെ പറയുമ്പോൾ തന്നെ അത്യാവശ്യം 10 ഇഞ്ച് ഞാൻ എടുക്കുന്നത്. സീം അലവൻസ് എല്ലാം കൂടെ ആഡ് ചെയ്ത് 10 ഇഞ്ച് എടുത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ലൈനും അതേപോലെ തന്നെ ഈ ലൈനും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഇങ്ങനെ ഫ്രീ ഹാൻഡ് വെച്ച് ചെയ്താൽ മതി. ഇത് കണ്ടോ, ലെഗ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ടൊരു സ്കെയില് കണ്ടോ. അപ്പം അതേപോലെ തന്നെ ഇങ്ങനെ വെച്ചിട്ട് ഈ ഒരു സ്കെയിൽ വെച്ച് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും കറക്റ്റായിട്ട് കിട്ടുമേ. ഇവിടെ ഒരു കർവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്.
എന്നിട്ട് നമുക്കിതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇത്രയും വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ ഒരു 10 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നമുക്ക് വേണ്ടെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാമല്ലോ, അല്ലെങ്കിൽ ഇത്രയും വേണ്ട, ഇത് അത്യാവശ്യം കൂടി നിൽക്കും. അപ്പോൾ ഞാനൊരു 9 ഇഞ്ച്, ഓക്കെ 9 ഇഞ്ച് മതി. 9 ഇഞ്ചിലേക്കൊന്ന് മാറ്റുന്നുണ്ടേ. അത് കുറച്ച് അധികമായിട്ട് നിൽക്കുന്ന പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ ഞാനൊരു 9 ഇഞ്ചിലേക്കൊന്ന് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. സിമ്പിളാണ് കേട്ടോ, നമുക്കൊരു പാൻറ് അടിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ആദ്യം മേളിൽ 2 ഇഞ്ച് എടുത്തു എലാസ്റ്റിക് വെക്കാൻ വേണ്ടി. പിന്നെ നിങ്ങളുടെ ലെങ്ത്ത്, അവിടെ നിന്നാണ് നിങ്ങളുടെ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് എടുക്കുന്നത്. പിന്നെ താഴെ ഒരു 2 ഇഞ്ച് സീം അലവൻസിന് വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ വേസ്റ്റ് റൗണ്ട് ആയിട്ട് 11 ഇഞ്ച്, ക്രോച്ച് ഏരിയ ആയിട്ട് 11 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങോട്ട് ഒരു കർവ് ചെയ്യാൻ വേണ്ടി 2 ഇഞ്ചും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സിമ്പിളായിട്ടുള്ള മെഷർമെൻ്റ് ആണ് വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് എടുത്ത് കൊടുത്താൽ മതിയേ. കണ്ടോ, കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. ഈ 2 ഇഞ്ച് കട്ട് ചെയ്യേണ്ട കേട്ടോ, നമ്മളിനി മടക്കി അടിക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് വരുന്നത്. നമുക്കിനി ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്നുള്ളത് നോക്കാം കേട്ടോ. അപ്പോൾ ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ഇതിൻ്റെ ക്രോച്ച് ഏരിയ ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളിപ്പോൾ നല്ല ഇതിപ്പോൾ ക്രേപ്പ് ആയതുകൊണ്ട് കുഴപ്പമില്ല, നിങ്ങൾ വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ആണെങ്കിൽ 2 നല്ല വശവും ഉള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഈ ക്രോച്ച് ഏരിയ കറക്റ്റായിട്ടൊന്ന് പിടിച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ക്രോച്ച് ഏരിയൻ്റെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാതെ കറക്റ്റായിട്ട് ഉണ്ടാവണം കേട്ടോ. മേളിൽ കുറച്ച് വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല, ഈ ക്രോച്ച് ഏരിയയുടെ അവിടെ കറക്റ്റായിട്ട് നിൽക്കണം. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഫസ്റ്റ് ക്രോച്ച് ഏരിയ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ചെയ്താലും മതി കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നമ്മൾ പാൻറ്റിന് അധികം സ്റ്റിച്ചിങ് വരുന്നില്ല, അതുകൊണ്ട് എല്ലാം ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ക്രോച്ച് ഏരിയ കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. സെയിം പോലെ തന്നെ മറ്റേ ക്രോച്ച് ഏരിയയും സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. നമ്മുടെ പാൻറ്റിന് 2 ക്രോച്ച് ഏരിയയും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ നോർമൽ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെയാണ് ഈ ഒരു പ്ലാസോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യാനും ഭയങ്കര സിമ്പിളായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ വശത്തെ ക്രോച്ച് ഏരിയയും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. പിന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തരാനൊന്നും കറക്റ്റായിട്ട് അറിയത്തില്ല, എനിക്ക് അറിയുന്ന പോലെയാണ് പറഞ്ഞു തരുന്നത്. അപ്പം എന്തെങ്കിലും തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. പിന്നെ നമ്മളൊരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സൈഡിൽ സ്ലിറ്റൊക്കെ വരുന്ന നമ്മുടെ പാൻറ്റിന് താഴെയായിട്ട് ചെറിയ സ്ലിറ്റ് എല്ലാം വരുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ അതും കൂടി ഒന്ന് കണ്ടു നോക്കണേ. ഓക്കെ, അപ്പം ഇതാണ് ക്രോച്ച് ഏരിയയുടെ സ്റ്റിച്ചിങ്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു താഴ്ഭാഗം, നമ്മുടെ പാൻറ്റിൻ്റെ താഴ്ഭാഗം ഉണ്ടല്ലോ അവിടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് പിന്നെ ഒരു 1.5 ഇഞ്ചിൽ മടക്കാണ് ചെയ്യുന്നത് കേട്ടോ. അതായത് നമ്മൾ 2 ഇഞ്ചാണ് സീം അലവൻസ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1/4 ഇഞ്ച് ഒന്ന് മടക്കിയിട്ടുണ്ട്. പിന്നെ ഒന്ന് ഇങ്ങനെയും കൂടി ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 പ്രാവശ്യമായിട്ട് 1 ഇഞ്ചിൽ ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ താഴെ ഇത്തിരി വിട്ടിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് ആദ്യം ഒന്ന് ഫോൾഡ് ചെയ്തു. എന്നിട്ട് ഞാൻ 1.5 ഇഞ്ചിൽ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഡബിൾ സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 പാൻറ്റ് ഞാൻ 2 കാലും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. ആ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് നമുക്കിനി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പാൻറ്റ്. ഇത് കണ്ടോ, അപ്പോൾ ഞാൻ കറക്റ്റായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം, പാൻറ്റിൻ്റെ ഷേപ്പാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാദ്യം ചീത്തവശത്തേക്ക് എടുത്തിടുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ക്രോച്ച് ഏരിയ ഉണ്ടല്ലോ, നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള അവിടെ കറക്റ്റായിട്ട് പിടിക്കുക. ഒന്നെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പിന്നെ എന്തെങ്കിലും കുത്തി വെക്കുക, അല്ലെങ്കിൽ അവിടെ കറക്റ്റായിട്ട് പിടിക്കുക. താഴ്ഭാഗത്തെ ചെറിയ വേരിയേഷൻ വന്നാലും കുഴപ്പമില്ല, നമ്മൾ ആ ക്രോച്ച് ഏരിയൻ്റെ അവിടെ വേരിയേഷൻ വരാതെ വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ പിടിച്ചിട്ട് നമ്മൾ താഴ്ഭാഗത്തെ ഒരു മെഷർമെൻ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏറ്റവും താഴെയായിട്ട് ഒരു 7 ഇഞ്ചാണ് എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ, നിങ്ങൾക്ക് എത്രത്തോളം വലിയ പ്ലാസോ ആയിട്ട് കിടക്കണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് പ്ലാസോ ആയിട്ട് കിടക്കുന്ന പോലെയല്ല, നമ്മളിത് ആലിയ കട്ട് ടോപ്പിൻ്റെ കൂടി ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിവിടെ ഒരു 7 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഓരോ ഭാഗത്തും എത്രത്തോളം വേണമെന്നുള്ളതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 കാലും ഒരേപോലെ വരണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിത് ആ ഒരു മാർക്കിംഗ് എല്ലാം ചെയ്തിട്ട് ഇത് ഫുള്ളായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ക്രോച്ച് ഏരിയൻ്റെ അവിടെ പിന്നൂത്തി വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അവിടെ കറക്റ്റായിട്ട് നിന്നില്ലെങ്കിൽ വൃത്തി ഉണ്ടാവില്ല കേട്ടോ, അത് എന്തോ പോലെ ഇരിക്കും. അപ്പം കറക്റ്റായിട്ട് അതൊന്ന് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിവിടെ എലാസ്റ്റിക് ഒന്ന് എടുത്ത് കൊടുക്കുക. ഞാനിവിടെ 24.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവരുടെ വേസ്റ്റ് റൗണ്ട് തന്നിട്ടുള്ളത് 24.5 ഇഞ്ചായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോഴത്തേനും കുറച്ചും കൂടി കുറയും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 24.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിവിടെ ഫസ്റ്റ് ഒരു 1/4 ഇഞ്ചിലൊന്ന് മടക്കിയിട്ട് ഒരു നമ്മുടെ ഞാൻ ഈ കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതിയേ. 1/4 ഇഞ്ചിൽ ആദ്യം ഫോൾഡ് ചെയ്യുക, പിന്നെ 1 ഇഞ്ചിലൊന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ.
അതിൽ നമ്മൾ താഴ്ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് ഈ ഒരു നമ്മുടെ പടിക്ക് വേണ്ടിയിട്ടുള്ളതും സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാ ഞാനിവിടെ കാലിഞ്ച് സ്റ്റിച്ച് മടക്കുന്നു, പിന്നെ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്ര വലിയ എത്ര വിട്ടിൻ്റെ എലാസ്റ്റിക്കാണോ എടുക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് കേട്ടോ ഇതിൻ്റെ വിട്ട് എടുക്കുന്നത്. ഇപ്പം നിങ്ങൾ 1.5 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് എടുക്കുന്നെങ്കിൽ ഒരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 1/2 ഇഞ്ചിലോ കൂട്ടിയെടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കടത്തിയെടുക്കാൻ വേണ്ടി എളുപ്പത്തിനാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം കറക്റ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ നല്ല പാടായിരിക്കും. അപ്പോൾ നിങ്ങളൊരു 1/4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് വരെ എക്സ്ട്രാ ഇട്ടിട്ട് വേണം ഇത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഞാനിത് 1 ഇഞ്ചിലാണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ 1 ഇഞ്ച് ഉണ്ടോ എന്നുള്ളത് നോക്കി ഫുള്ളായിട്ട് റൗണ്ടായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാനിവിടെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എലാസ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് ഒരു 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനേക്കാളും കൂടുതൽ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. 1 ഇഞ്ച് കറക്റ്റ് അല്ല ഞാൻ ഈ പടി അടിച്ചിട്ടുള്ളത്, കുറച്ചും കൂടി ഒരു 1/4 ഇഞ്ചൊക്കെ എക്സ്ട്രാ വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു എലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ കൂടി ഇത്രയും സ്മൂത്തായിട്ട് വരത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെറിയ വേരിയേഷൻസ് ഒക്കെ വരും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ 1 ഇഞ്ചിൽ ഞാനിവിടെ 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക് ഞാനിത് ഉള്ളിൽ കൂടെ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു എടുക്കുന്ന സമയത്ത് ഒരു 1/4 ഇഞ്ചൊക്കെ എക്സ്ട്രാ എടുത്താൽ മതി. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്ത് വന്നപ്പോൾ 1/4 ഇഞ്ച് വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ കിട്ടത്തില്ല. ഓക്കെ, അപ്പം കറക്റ്റ് ഒരു 1/4 ഇഞ്ചൊക്കെ കൂടുതൽ എടുത്താൽ മതി. എന്നിട്ട് ഞാനിതാ ഈ പിന്നൊന്നും ഇവിടെ ഇങ്ങനെ കുത്തി വെക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു നമ്മുടെ മെറ്റീരിയൽ ഫുള്ളായിട്ടൊന്ന് എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഈ അറ്റം ഒന്ന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അതായത് ഈ എലാസ്റ്റിക് ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് അല്ല, അതിന് മുന്നേ ആയിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഉള്ളിൽ വെച്ചിട്ടല്ല, ആദ്യം ഈ എലാസ്റ്റിക് തിരിഞ്ഞൊന്നുമല്ല ഇരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല സ്ട്രോങ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ചിലപ്പോൾ എലാസ്റ്റിക് വിട്ട് വരും. അപ്പം അതുകൊണ്ട് 3-4 സ്റ്റിച്ചിട്ട് കെട്ടിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ നിവർത്തി വെച്ചിട്ടൊന്ന് പതിച്ചും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു എലാസ്റ്റിക് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് വെച്ചിട്ട് ഞാൻ അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു എലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പൺ ആക്കിയിട്ടുണ്ടല്ലോ ഒരു ഭാഗം, ചെറിയ ഭാഗം, അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നോർമലായിട്ട് നമ്മൾ ഇപ്പോൾ പടി അടിച്ച പോലെ തന്നെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഇത് എലാസ്റ്റിക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഞാൻ എലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ഇത് ഉള്ളിലേക്ക് വെച്ചിട്ട് നമ്മുടെ ആ ഒരു നമ്മളിപ്പോൾ വന്നിട്ടുള്ള ഒരു ഹോള് ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. കെട്ടിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വേസ്റ്റ് റൗണ്ടിനനുസരിച്ച് വേണം എലാസ്റ്റിക് എടുക്കാൻ വേണ്ടിയിട്ട്. നിങ്ങളിപ്പോൾ വേസ്റ്റ് റൗണ്ട് എത്രയാണ്, അതിൽ നിന്ന് ഒരു 1 ഇഞ്ച് അല്ലെങ്കിൽ അത് കുറച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ട്. ഹിപ്പ് റൗണ്ട് ആയിട്ട് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നില്ല, വേസ്റ്റ് റൗണ്ട് ആയിട്ടാണ് തന്നത്. അപ്പോൾ ഹിപ്പ് റൗണ്ടൊക്കെ തരുന്നുണ്ടെന്നാണെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് കുറച്ച് കൂട്ടിയെടുക്കണം കേട്ടോ, തന്നിട്ടില്ല എന്നാണെങ്കിൽ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് നമ്മൾ 25 എന്നൊക്കെ പറഞ്ഞ് കൂട്ടി എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ എന്തായാലും ആ ഒരു ഹോളായിട്ട് വന്നിട്ടുള്ളത് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിവിടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ കൂടെ ഒരു സ്റ്റിച്ചും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ മെറ്റീരിയൽ എല്ലാ ഭാഗത്തേക്കും ഈക്വലായിട്ടൊന്ന് ഞാൻ വലിച്ചു കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ഭാഗത്ത് മാത്രമേ ഈ ഒരു മെറ്റീരിയൽ കൂടി നിൽക്കും. എന്നിട്ട് നമ്മൾ ഒരു ഭാഗത്ത് ഒരു കെട്ടിട്ട് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക, എലാസ്റ്റിക് നല്ലോണം ഒന്ന് വലിച്ചു കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽ ഇങ്ങനെ നിവർന്ന് കിട്ടും. അപ്പം നമ്മൾ അതിൻ്റെ മേളിൽ കൂടെ ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു എക്സ്ട്രാ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എലാസ്റ്റിക് ഉണ്ടല്ലോ മറിഞ്ഞു പോകും. അപ്പോൾ അത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വലിച്ചു കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരുപാട് വലിക്കരുത്, അപ്പോൾ നമുക്ക് എലാസ്റ്റിക് വലുതായി പോകും. അപ്പോൾ ഇങ്ങനെ വെച്ചിട്ട് കുറച്ച് വലിച്ചിട്ട് നമ്മളിതാ ഇതേപോലെ തന്നെ ചെയ്തെടുക്കുക. കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, എലാസ്റ്റിക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമേ. ഇനി നമുക്ക് പാൻറ്റിന് താഴെ കുറച്ച് സീം അലവൻസ് എക്സ്ട്രാ വന്നിട്ടുണ്ട്, അതെല്ലാം ഞാനൊന്ന് കട്ട് ചെയ്ത് വൃത്തിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കറക്റ്റായിട്ട് വെച്ചിട്ട് ആ ഒരു എക്സ്ട്രാ സീം അലവൻസ് എല്ലാം കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെയാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. എലാസ്റ്റിക് നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ ആ സ്റ്റിച്ചിങ് കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയി നിൽക്കുവേ. ഇത് പാൻറ്റിന് താഴ്ഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും, പ്രത്യേകിച്ച് ഒരു ഇതുമില്ല, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത് താഴ്ഭാഗം നമ്മൾ കൂടുതൽ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അങ്ങനെ ഇത്തിരി വലുതായി നിൽക്കും കേട്ടോ. പിന്നെ നമുക്ക് നമ്മുടെ ഷേപ്പ് എല്ലാം മാർക്ക് ചെയ്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഒരുപാട് പ്ലാസോ ആയിട്ട് കിടക്കുന്നില്ല, ഇത് നോർമൽ ആയിട്ട് കിടക്കുന്ന പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ല എന്നൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാണാം. അപ്പോൾ അത്രയേ ഉള്ളൂ, ബൈ.